മലയാള വീട്ടമ്മമാർക്കും മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്കും പ്രിയപ്പെട്ട പരമ്പരകളിൽ ഒന്നു തന്നെയാണ് ഏഷ്യാനെറ്റ് സംരക്ഷണം ചെയ്യുന്ന മൗനരാഗം. ഇന്ന് മൗനരാഗത്തിന് അനവധി ആരാധകർ തന്നെയാണുള്ളത്. ഏഷ്യാനെറ്റിലെ മികച്ച RPM കൊണ്ടും റേറ്റിംഗ് കൊണ്ടും മുന്നിട്ട് നിൽക്കുന്ന ഒരു പരമ്പര തന്നെയാണ് മൗനരാഗം. ഇതിൽ ഒരു ഊമയായ പെൺകുട്ടിയുടെ ജീവിതമാണ് പറയുന്നത്. ഊമയായ പെൺകുട്ടിയായി നായികയായി അഭിനയിക്കുന്നത് തമിഴ്നാട് സ്വദേശിയായ ഐശ്വര്യ റംസായിയാണ്. കല്യാണിക്ക് അനവധി ആരാധകർ തന്നെയാണ് കേരളത്തും പുറത്തുമായുള്ളത്. കല്യാണിയെ പോലെ തന്നെ ആരാധകരുള്ളതും വളരെ പ്രശസ്തിയായ ഒരു നടി തന്നെയാണ് ശ്രീശ്വേത മഹാലക്ഷ്മി. സോണി എന്ന കഥാപാത്രമായാണ് ശ്രീശ്വേത മഹാലക്ഷ്മി മൗനരാഗത്തിൽ എത്തുന്നത്. സോഷ്യൽ മീഡിയയിലെല്ലാം വളരെയധികം സജീവമായ താരം മൗനരാഗം സെറ്റിൽ നടക്കുന്ന തമാശകളും ചിരി കാര്യങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരെ എന്നും അറിയിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഇതിന് ക്യാപ്ഷനായി താരം നൽകാറുള്ളത് എൻ്റെ കുടുംബം എന്നായിരുന്നു. കാരണം അത്രമേൽ അടുപ്പമുണ്ട്. സീരിയലിലെ ആൾക്കാരിൽ നിന്നും തൻ്റെ കുടുംബം പോലെയാണ് കാണുന്നത് എന്നും താരം ഒരിക്കൽ പറഞ്ഞിരുന്നു. 3 കൊല്ലമായി സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന പരമ്പരയിൽ ഇപ്പോൾ 900 എപ്പിസോഡുകൾ പിന്നിട്ട് കഴിഞ്ഞിരുന്നു. ആദ്യമായി മൗനരാഗത്തിൽ സോണി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് ആവണി എന്നൊരു വ്യക്തിയായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് തമിഴ്നാട് സ്വദേശിയായ ശ്രീശ്വേത മഹാലക്ഷ്മി മൗനരാഗത്തിലേക്ക് എത്തുന്നത്. എന്നാൽ അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ മലയാള മനസ്സുകളിൽ വലിയൊരു സ്ഥാനം തന്നെ ശ്രീശ്വേത മഹാലക്ഷ്മിക്ക് നേടാൻ സാധിക്കുകയായിരുന്നു. സീരിയലിലെ 77 എപ്പിസോഡ് മുതൽ 912 എപ്പിസോഡ് വരെയും ശ്രീശ്വേത മഹാലക്ഷ്മി അഭിനയിച്ച കഥാപാത്രം സോണിയുടേത് തന്നെയാണ്. എന്നാൽ ഇപ്പോഴിതാ തൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ താരം പങ്കുവച്ച ഒരു പോസ്റ്റാണ് ആരാധകരെ എല്ലാവരും കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നത്. താരത്തിൻ്റെ പോസ്റ്റ് ഇങ്ങനെയായിരുന്നു: സോണി എന്ന നിലയിൽ ഇതെൻ്റെ അവസാനത്തെ വീഡിയോ ആയിരിക്കും. എന്തു പറയണമെന്ന് എനിക്കറിയില്ല. ഈ കഥാപാത്രം അത്രമേൽ മനോഹരമായി തന്നെയാണ്. എന്നാൽ നിർഭാഗ്യവശാൽ ഈ കഥാപാത്രത്തെ മുഴുവിപ്പിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. ഒരുപക്ഷെ ഈ പ്രപഞ്ചം എനിക്ക് വേണ്ടി മറ്റെന്തെങ്കിലും കണ്ടുവച്ചിട്ടുണ്ടാകും. ഇവിടെ എല്ലാം സംഭവിക്കുന്നത് ആ ഒരു കാരണത്താൽ തന്നെയാണ്. നിങ്ങൾ ഇത് മനസ്സിലാക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സോണി എപ്പോഴും എൻ്റെ ഹൃദയത്തിൽ ചേർന്നു തന്നെ നിൽക്കും. നിങ്ങളുടെ നിരപരാധികമായ സ്നേഹത്തിനും സന്തോഷത്തിനും ഒരുപാട് നന്ദിയുണ്ട്. ഇങ്ങനെയായിരുന്നു താരത്തിൻ്റെ പോസ്റ്റ്. താരത്തിൻ്റെ പോസ്റ്റിനിടയിൽ മിസ് യു കുഞ്ചു എന്ന തരത്തിൽ ആദ്യമായി കമൻറ്റ് ചെയ്തത് ഐശ്വര്യ റംസായി തന്നെയാണ്. താരം പുതിയൊരു ഓപ്പർച്യൂണിറ്റി പോവുകയാണ് എന്നാണ് ആരാധകർ പറയുന്നത്. ശ്രീശ്വേതയുടെ ഈ അപ്രതീക്ഷിതമായ പിന്മാറ്റം വളരെയധികം സങ്കടമുണ്ടാക്കിയിരിക്കുകയാണ് മൗനരാഗം പ്രേക്ഷകരിൽ ഒരുപാട് പേരിൽ നിന്നും. സോണിയായി മറ്റൊരാളെ സങ്കല്പിക്കാൻ തങ്ങൾക്ക് കഴിയില്ല. സോണി മൗനരാഗത്തിൽ നിന്ന് പോകരുത് എന്ന തരത്തിലുള്ള നിരവധി കമൻറ്റുകളുമായാണ് ഇപ്പോൾ ആരാധകർ ആ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സോണി മൗനരാഗത്തിൽ പോകുന്നതിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? സോണിയെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ ഫ്രണ്ട്സ്. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ.